രാജ്യത്ത് തീവ്ര ദേശീയ വികാരം കാട്ടുതീ പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? ഈ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് പരാജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പോലെ അവർ വെടിവെച്ച് വീഴ്ത്തി എന്ന് സംശയം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഇത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമാണ്. ഞങ്ങളുടെ മനുഷ്യരുടെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. CPM പോലെയുള്ള പാർട്ടികൾ പോലും വളരെ പക്വതയോടാണ് മിതത്വത്തോടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല, പിടികിട്ടിയില്ല. CPM നേതാക്കളുടെ പ്രസ്താവനകൾ നോക്കുക, കോൺഗ്രസ് നേതാക്കളുടെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നോക്കുക. ഞങ്ങളുടെ സ്വഭാവം ഇതാടോ. അവന് വിവരമില്ലാണ്ട് വിവരം കൂടിയിട്ടാ. ഇത് തന്നെയാണ് പുൽവാമയിലും നേരത്തെ സംഭവിച്ചത്. ആ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് സൈനികരെ കുരുതി കൊടുത്തു എന്നൊരു സ്റ്റാൻഡ് എടുത്തു. അതൊക്കെ എനിക്കറിയാം. കുഞ്ഞ്, ഞങ്ങൾ ഇപ്പൊ പോകണം. ഇതിനോടനുബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. സെൻട്രൽ ഓഫീസിലേക്ക് വിളിക്കണം. അത് കഴിഞ്ഞ് ബാലാകോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ അങ്ങനെ പ്രത്യാക്രമണം നടത്തിയോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു. അതിന് തെളിവ് ചോദിച്ചു. നിങ്ങളുടെ ഉള്ള ബുദ്ധി പോയോ? അങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത്. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. അഭിനന്ദൻ വർദ്ധമാൻ എന്ന് പറഞ്ഞൊരു വൈമാനികനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അയാളെ ഉടനെ കിട്ടണം, അയാളെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു. ദിവ്യ സ്പന്ദന എന്ന് പറഞ്ഞൊരു സിനിമാ നടിക്കുണ്ടായിരുന്നു. ഈ സിനിമാ നടികളെയൊക്കെയാണ് പാർട്ടി വക്താക്കളായിട്ട് വെക്കുന്നത്. ഇവിടുന്ന് കത്തിയാവുന്നതിന് മുമ്പ് വിളിച്ചോട്ട് പോ. എടോ, ഇയാള് പറയുന്നതിലും കാര്യമില്ലേ? ആ വക്താവ് അതിശക്തമായിട്ട് പറഞ്ഞു, എവിടെ അഭിനന്ദൻ വർദ്ധമാൻ? പക്ഷെ പിറ്റേ ദിവസം വൈകുന്നേരം അഭിനന്ദൻ വർദ്ധമാൻ തിരിച്ചു വന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആഫീസ് കൂട്ടിപ്പോയി. മുഖത്ത് കരി തേച്ചതുപോലെ ആയില്ലേ? ഞാനിപ്പോ എന്താ വേണ്ടേ? നിക്കണോ അതോ പോണോ? ഇങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് തോറ്റത്. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിലും തോക്കുമായിരുന്നു. എന്റെ ഭാരതമാതാവേ. പക്ഷെ ഭയാനകമായ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് രാഹുൽ ഗാന്ധി തന്നെ അമേത്തിയിൽ തോക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യം അതായിരുന്നു. ഇത്തവണ അത് തന്നെ ആവർത്തിക്കുകയാണ്. പിന്നെ സമീപ ഭാവിയിലൊന്നും തെരഞ്ഞെടുപ്പില്ല എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും പറഞ്ഞത് ഇത് വലിയ സെക്യൂരിറ്റി ഫെയിലിയറാണ്, ഇൻ്റലിജൻസ് ഫെയിലിയറാണ് എന്നാണ്. അതിന് അണ്ണന് തണ്ണമൊന്നുമില്ലല്ലോ. എണ്ണമുണ്ടടാ. അത് ആദ്യഘട്ടം. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തിരിച്ച് പ്രത്യാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് സെല്യൂട്ട് എന്ന് പറയും. ഇന്ത്യൻ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമില്ല. സൈന്യം സ്വന്തമായിട്ട് അവിടെ പോയി ആക്രമണം നടത്തി. പോട്ടെ, സാരമില്ല, അത്രയെങ്കിലും പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഈ യുദ്ധം നിർത്തിയപ്പോൾ ആരോട് ചോദിച്ചിട്ട് യുദ്ധം നിർത്തി? യുദ്ധം എന്തിനു വേണ്ടി നിർത്തി? യുദ്ധം തുടരാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കും. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ കൽപ്പാത കാലം വരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? അന്ന് ബുദ്ധിപരമായ അഭിപ്രായം പറഞ്ഞ് രണ്ടുപേരുള്ളൂ. ഒന്ന് P. ചിദംബരമാണ്. ചിദംബരം പറഞ്ഞു ഇത് വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ്, യുദ്ധം നിർത്തി. യുദ്ധം ഏറ്റുമുട്ടൽ അനന്തമായി തുടർന്നു പോകാൻ പറ്റില്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകും. മുതലാളി മാപ്പാക്കണം. അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല. ഇവർക്ക് ഈ വെറുതെ കൈയടിക്കുന്ന ആൾക്കാർക്ക് കൈയടിച്ചാൽ മതി, കൂവുന്ന ആൾക്കാർക്ക് കൂവിയാൽ മതി. പക്ഷെ പ്രശ്നം തീരണമല്ലോ. അപ്പോൾ ട്രംപ് ഇടപെട്ടിട്ടാണെങ്കിൽ ട്രംപ് ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ വാൻസ് ഇടപെട്ടിട്ടാണെങ്കിൽ വാൻസ് ഇടപെട്ടിട്ട് സംഗതി തീർന്നു. അതിൽ സമാധാനിക്കല്ലേ ചെയ്യണ്ടേ? ഇതിപ്പോ തോക്കും വെടിയൊന്നും വേണ്ട. അതിന് പകരം യുദ്ധം നിർത്തിയതിൻ്റെ പുറകിലുള്ള താല്പര്യങ്ങൾ വ്യക്തമാക്കണം. ഈ വക കാര്യങ്ങളൊക്കെ എല്ലാവരും നോട്ടീസ് അടിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്യുക. ഒരു രാജ്യത്തിന് യുദ്ധം പ്രഖ്യാപിക്കാൻ ചില കാരണങ്ങളുണ്ടാവും, യുദ്ധം നിർത്താനും കാരണങ്ങളുണ്ടാവും. അതൊന്നും നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വേറെ ആർക്കറിയില്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അറിയണ്ടേ? ഇതുവരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാത്ത പാർട്ടികൾക്കാണെങ്കിൽ ചോദിക്കാം. കോൺഗ്രസ് ഈ രാജ്യം ഇത്ര കാലം ഭരിച്ച പാർട്ടിയല്ലേ? ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധിയൊക്കെ ഈ നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടാണ് യുദ്ധം പ്രഖ്യാപിച്ചതും യുദ്ധം നിർത്തിയതും അല്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അങ്ങനെ സാധിക്കുകയില്ല. അതിനൊക്കെ വേറെ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇതറിയാവുന്നതുകൊണ്ടാണ് ചിദംബരം പറഞ്ഞത് അത് ബുദ്ധിപൂർവമായ തീരുമാനമാണ് യുദ്ധം നിർത്തിയത്. തരൂർ അത് തന്നെ പറഞ്ഞു. പിന്നെ തരൂരിന് ഇംഗ്ലീഷ് കുറച്ചുകൂടി ആർട്ടിക്കുലേറ്റ് ആയതുകൊണ്ട് വേറെ രീതിയിലായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രേ കാര്യമുള്ളൂ. ഈ സമയത്ത് കോൺഗ്രസ് എടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റാൻഡാണ് ഇവർ രണ്ടുപേരും എടുത്തത്. അതിന് പകരം ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്. ചോദ്യം ചോദിക്കാനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലേ. ഈ സമയത്താണ് ചോദ്യം ചോദിക്കണേ. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ, രണ്ട് കഷ്ണക്കി കളഞ്ഞ. ഈ സമയത്ത് ചോദ്യം ചോദിച്ചാൽ എന്ത് വരും? നാട്ടുകാർ മുഴുവനും സർക്കാരിന് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയത്ത്, തീവ്ര ദേശാഭിമാനം ആളിക്കത്തുന്ന സമയത്ത് നമ്മുടെ വിമാനം എത്ര നഷ്ടപ്പെട്ടു എന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ വല്ലൊരു സംഭവിക്കുമോ? നമ്മുടെ ഒരു വിമാനം നഷ്ടപ്പെട്ടില്ല എന്ന് വിമാനം നഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ അവനെ തകർത്തു തരിപ്പണമാക്കി, അവൻ്റെ പരിപ്പിളക്കി എന്ന വാർത്ത കേൾക്കാനാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട്, യഥാർത്ഥത്തിൽ എത്ര തീവ്രവാദികൾ മരിച്ചു? നിങ്ങൾ പറയുന്ന അത്രയില്ല, അതിനേക്കാൾ പകുതി പേരെ മരിച്ചിട്ടുള്ളൂ
എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ വിചാരത്തിൽ തെറ്റുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം, രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ്? പച്ച രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഇത് തരൂർ പറഞ്ഞ അഭിപ്രായമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല, വെറും രാഷ്ട്രീയം. ഈ സമയത്ത് ഇത് പോയി ചിലവാകുമോ? 1971 യുദ്ധം ജയിച്ചു വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയോട് ഈ യുദ്ധത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടു എന്നൊരു ചോദ്യം ന്യായമായ ചോദ്യമാണ്. കാരണം ബംഗ്ലാദേശ് യുദ്ധത്തിൽ നമ്മൾ ബംഗ്ലാദേശിനെ മോചിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിലുണ്ടായ ആൾനാശം അതിഭയങ്കരമായിരുന്നു. അത് ശരിക്കും അഭിസംബോധന ചെയ്യപ്പെടാതെ പോയൊരു വിഷയമാണ്. കാരണം യുദ്ധം വളരെ പെട്ടെന്ന് ജയിക്കണമെന്നുള്ളതുകൊണ്ട് ഒരുപാട് ആളുകളെ അവിടെ കുരുതി കൊടുക്കേണ്ടതായിട്ട് വന്നു. അത്ര ഭയങ്കരമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ നമ്മൾ ചെയ്ത യുദ്ധം. അതുകൊണ്ടാണ് 12-ാം ദിവസം ഡാക്ക കീഴടങ്ങിയത്. അല്ലാണ്ട് വെറുതെ ഒന്നും കീഴടങ്ങില്ല. അത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇത്ര ആൾ കൊല്ലപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇതിൻ്റെ പകുതിയുടെ പകുതി ആളെ വെച്ച് നമുക്ക് സാമ്പ്രദായികമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചാൽ പോരായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്ത് പറ്റി സാർ? ഇനി എന്ത് പറ്റണം? പക്ഷേ ആ ചോദ്യത്തിനൊന്നും ഇതിൽ യാതൊരു പ്രസക്തിയില്ല. കാരണം ഇത് യുദ്ധമാണ്.